അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. ഇപ്പോൾ 1 കിലോ ബീഫാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു 450 ഗ്രാമോളം സവാളയും ഒരു 250 ഗ്രാമോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, കുറച്ച് പച്ചമുളക്, കുറച്ച് തേങ്ങയുടെ കൊത്ത്. ഉരുളി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കഴുകി തയ്യാറാക്കി വെച്ചിരുന്ന ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. അധികം വെള്ളമൊന്നും ചേർക്കാതെ ഡ്രൈ ആയിട്ട് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ്. ബീഫിൽ തന്നെ വെള്ളം ഇറങ്ങും. കുറച്ച് നമ്മൾ അടച്ചു വെച്ച് കഴിക്കുകയാണെങ്കിൽ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന സവാള, തേങ്ങാക്കൊത്ത്, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, മുളക് പൊടി, മല്ലിപ്പൊടി, അല്പം മഞ്ഞപ്പൊടി, നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അവസാനം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അല്പം പോലും വെള്ളം ഞാൻ ഇത് ഒഴിച്ചിട്ടില്ല കേട്ടോ. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതേ കണക്ക് മൂടി വെക്കുക. മൂടി വെച്ച് വേവിക്കുമ്പോൾ അതിൽ നിന്നുള്ള ബീഫിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങി വരും. സുഹൃത്തുക്കളെ, നമ്മുടെ ബീഫ് ഞാൻ അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് ആയി. നമുക്ക് തുറന്ന് നോക്കാം അതെങ്ങനെയുണ്ടെന്ന്. നിങ്ങൾ കാണുന്നുണ്ടാവും, ഞാൻ ഇതിൽ അല്പം പോലും വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു. ഇപ്പൊ നമ്മുടെ വെള്ളം, ബീഫിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബീഫ് ഈ വെള്ളത്തിൽ തന്നെ കിടന്ന് വേകണം. മാക്സിമം ഇതാണെങ്കിൽ ഉരുളിയിൽ വെക്കാൻ ശ്രമിക്കണം. അപ്പൊ അടിയിൽ പിടിക്കത്തില്ല. നോർമൽ അടി പട്ടിയില്ലാത്ത പാത്രങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കാതെ വെക്കുവാണെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ബീഫ് വെച്ചിട്ട് ഇപ്പൊ ഏകദേശം 40 മിനിറ്റ് കൂടുതലായി. നമുക്കത് നോക്കാൻ വെന്നിട്ടുണ്ടോ. അടിപൊളി. അപ്പം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ബീഫ് വന്നിട്ട് നമ്മൾ കയ്യിൽ മറ്റൊക്കെ ഉടഞ്ഞു വരണം. ആ ഒരു കണ്ടീഷൻ എത്തണം. ഓക്കെ, അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചില്ലായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. എല്ലാ മസാല എല്ലാം കൂടെ ചേർത്ത് അങ്ങ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇനി ഈ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഇതിൽ കിടന്ന് ഇത് ബാക്കി ഡ്രൈ ആയി. വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിച്ചപ്പോൾ ഒരു നല്ല മണം ഉണ്ട്. പിന്നെ ഒരു അല്പം കുരുമുളക് പൊടിയും കൂടെ, എരി അല്പം കുറവാണ്, അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടുവാണ് ഞാൻ. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. കുരുമുളക് പൊടിയും കൂടെ ഇട്ടപ്പോഴാണ് ആ ബീഫ് ഫ്രൈയുടെ ആ മണം അടിപൊളിയായിട്ട് വന്നേക്കും. ഏകദേശം നമ്മുടെ ബീഫ് ആൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഓപ്പണായിട്ട് തന്നെ കിടക്കട്ടെ. ഓപ്പണായിട്ട് ഇങ്ങനെ കിടന്ന് ഡ്രൈ ആവണം. സുഹൃത്തുക്കളെ, നമ്മുടെ ബീഫ് ഫ്രൈ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി ഒരു അല്പം കൂടെ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടെ നമ്മളൊന്ന് കയറി കൊടുക്കുക. അപ്പോൾ കരിവേപ്പിലയുടെ ഒരു മണം കൂടെ വരുമ്പോൾ രസമായിരിക്കും. ഇതും കൂടെ ഒന്ന് ഇളക്കിയതിന് നല്ല ഡ്രൈ ആയിട്ടുണ്ട് ബീഫ് കറി. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളവിടെ വന്നിരിപ്പുണ്ട്. നമ്മുടെ അച്ചുക്കുട്ടനാണ്. അച്ചുക്കുട്ടൻ പറയും ഇത് കൊള്ളാവോ ഇരിക്കുമെന്ന്. അപ്പോൾ അച്ചുക്കുട്ടന് കുറച്ച് കപ്പയും കുറച്ച് ബീഫും കൂടെ അങ്ങ് കൊടുക്കാം. അപ്പോൾ അച്ചുക്കുട്ടനെ തിന്ന് നോക്കിയിട്ട് പറയും ഇത് കൊള്ളാവോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ അച്ചുക്കുട്ടനാണ് നമ്മുടെ ടേസ്റ്റർ. ഒന്ന് കഴിക്കുന്നുണ്ട്. കൊള്ളാവോ? അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടോ? ഒത്തിരി എരിയുണ്ടോ? കുറച്ചേ ഉള്ളോ? ഓക്കെ, എന്നാ കഴിച്ചോ. അപ്പൊ സുഹൃത്തുക്കളെ, അതുപോലെ കുട്ടികളെയൊക്കെ കൊണ്ട് കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ കുട്ടികളെ ദൂരെ ഇരുത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ ബൈ സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി സൺഡേ.